എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പൊരന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഹോ, തല കൊണ്ട് പെരിക്കുണ്ടോ ഓരോ കാര്യങ്ങളും കൂടി ഇങ്ങനെ ആലോചിക്കുമ്പോൾ. ഹലോ ഉമ്മ. എന്താ മോളെ രാവിലെ തന്നെ? കൊഴപ്പൊന്നുമില്ലല്ലോ എനിക്ക് അവിടെ? ഇക്ക് കൊഴപ്പൊന്നുമില്ലമ്മ. പിന്നെ ഇന്നലെ ഇവിടെ ഒരു സംഭവം നടന്ന്. സെമിയേ, പണിയൊക്കെ കഴിഞ്ഞാ? റുക്കിയാത്ത ഓരോന്നോരോന്ന് ഇങ്ങനെ കഴിയണ്. അന്നെ ഇന്നലെ പുറത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ല. ഇത്താരുടെ പണിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എൻ്റെ അടുത്തേ തക്കാളി ഉണ്ടെങ്കിലേ 2 തക്കാളി ആട്ടിക്ക. ഞാൻ തരാം. ഇതെത്താ എല്ലാ എന്താ എന്റെ മുഖം വീർത്താകെ കരുവാളിച്ചിരിക്കണ്? ഇന്നലെ കരഞ്ഞ? ഞാനോ? ഇത്താക്ക് തോന്നിയതോ. അന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലേ ഈ റുക്കിയാത്ത. അന്നെ ഇവിടെ കെട്ടിക്കൊടുന്നേ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാ. ഇന്നലെ ഈ വീട്ടിൽ നടന്നേ ഒച്ചപ്പാടും ബഹളും ഇത്ത കേട്ടീന്നു. പുതിയ ആൾക്കാർ വരുമ്പോഴേ പഴയ ആൾക്കാരെ ചിലപ്പോൾ കണ്ണിൽ കരടാവും, അല്ലെങ്കിൽ വീട്ടിലെ വേലക്കാരിയാവും. ഇപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെ ഒക്കെ ശരിയാവും മോളെ. പടച്ചോൻ വലിയോനല്ലേ. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഉമ്മ കണ്ട അതിനാവും. നമ്മൾ സംസാരിച്ചിരുന്നാലേ ഒന്നും നടക്കൂല. ആയിക്കോട്ടെ മോളെ, ഇത്തിയും പോവുകയാണ്. ഞാനേ കറി അടുപ്പത്ത് വെച്ചിട്ടാ വന്നിക്കണത്. പാവം നബീസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇനി എന്തൊക്കെയാണോ ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരിക. ചക്കിക്കൊക്കെ ചങ്കരെന്ന് പറഞ്ഞ പോലെ തന്നെ ആയിപ്പോ. നബീസുവിന് വന്നു കയറി 2ാമത്തെ മരുമോളോ, നബീസിനൊത്ത മരുമോളോ. ഇക്കു ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. മോളെ, നിന്റെ അമ്മായിമാക്ക് നിന്നോട് ദേഷ്യം ഉണ്ടോ? ഉമ്മ എന്റെ ഭാഗത്താണ്. അതിന് 2 വാള കൊടുത്തപ്പോ അത് മയങ്ങിക്കണു. ഇജാന്റെ അമ്മായിമാനെ നല്ലോ സപ്പോർട്ട് നിന്ന. അല്ല, എനക്കൊരു നാത്തോൻ കുട്ടിയില്ല അവിടെ? അതവിടെ ഇല്ലേ? അത് ഇങ്ങോട്ട് കോളേജിൽ നിന്ന് ടൂർ വയ്ക്കുന്നു. അത് ഉണ്ടെന്നുണ്ടെങ്കിലൊന്നും ഇക്ക് സെമീറാത്താൻ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അതെ, തനി സെമീറാത്താന്റെ കൂട്ടാണ്. ഇടക്ക് 2 സ്നേഹപ്രകടനം കണ്ടാൽ വിചാരിക്കും സെമീറാത്താണ് അതിനെ പ്രസവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഉമ്മ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വെക്കുകയാണേ. ശരി. എന്തായാലും ഇവിടുത്തെ ഉമ്മന്റെ ഭാഗത്താണ്. ഇത് മതി. തള്ളനെ ഞാൻ സോപ്പിട്ട് കുപ്പിയിലാക്കും. തള്ളനെ ഞാൻ ഈ പെരഞ്ച ചവിട്ടിപ്പുറത്താക്കും. സെമീറ, ഈ പെണ്ണ് അവിടെ പോയി കെടുക്കണം. ഇവിടെ ചെവിക്കല്ല് പൊട്ടിയോ? സെമീറ, ഇത് വരണു. എന്താ ഉമ്മ? ഞാൻ എത്ര നേരായി വിളിക്കണ് സെമീറാന്ന്. ഞാൻ കരുതി ഞാൻ ചെവിക്കല്ല് പൊട്ടീന്ന്. ഞാൻ കേട്ടില്ല ഉമ്മ. ഞാനും കരുതി എനിക്ക് ചെവി കേൾക്കാതായി എന്നുള്ളത്. പിന്നെ അസീസും പെണ്ണുങ്ങള് ഗൾഫ് പോവാണല്ലോ, പെര അടക്കം പൂട്ടിട്ടിട്ട്. അപ്പൊ ഇനി വെല്ലുമഞ്ഞി മുതലേ ഞമ്മളെടുത്താണ്. വെല്ലുമൊന്നും കൊണ്ട് വരും. ഇനി വെല്ലുമ കൊണ്ട് വരുമ്പോത്തിനെ ഇവിടെ നടന്ന ഒന്നേ അങ്ങോട്ട് കൊട്ടി കൊടുക്കാൻ നിക്കണ്ട. ഞാൻ ആരോടും പറയാൻ പോണമെന്നില്ല. അല്ലെങ്കിലും ഞാൻ ഇവിടെ പറയണത് ആരും വിശ്വസിക്കൂലല്ലോ. സാജി പറയണ കള്ളങ്ങളല്ലേ എല്ലാരും വിശ്വസിക്കുള്ളൂ. ഇജ് കൂടുതലൊന്നും പറയണ്ട. ആരാണ് കള്ളം പറയണത്, ആരാണ് സത്യം പറയണതേ കാലം തെളിയിക്കും. അത് ശരി അമ്മ പറയണത്. പടച്ചോൻ വലിയോനല്ലേ, കാലം തെളിയിക്കന്നെ ചെയ്യും. പലരുടെയും മുഖംമൂടിയെ അപ്പൊ അഴിഞ്ഞു വീഴും ചെയ്യും. പെണ്ണിനെ ഈ ഇടായിട്ടേ കുറച്ചേ നാവ് കൂടിയിക്കണ്. ഹലോ ഇക്ക, അസ്സലാമലൈക്കും. വഅലൈക്കും മുസ്സലാം. എന്താ സെമിയ, നിന്റെ ശബ്ദത്തിന് വീര്യം കുറവാണല്ലോ. എന്താ പറ്റി നിനക്ക്? ഒന്നുമില്ലക്ക. ഞാൻ അറിഞ്ഞു. നിനക്ക് വീട് മാറി താമസിക്കാത്ത വിഷമം നല്ലോ ഉണ്ടല്ലേ. ഉമ്മാക്ക് വിളിച്ചപ്പോഴേ ഉമ്മ എല്ലാം പറഞ്ഞു. അപ്പൊ ഇക്കും വിശ്വസിച്ചല്ല? പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലോണം വിശ്വസിച്ചു. എടി പൊട്ടി, നീ ഇങ്ങനെ കരഞ്ഞൊന്നും മിണ്ടാതിരുന്നാലേ കാലാകാലം അങ്ങനെ ഇരിക്കേണ്ടി വരും.
ഉമ്മാക്കേ സാജി വള കൊടുത്തേ കാര്യമെല്ലാം ഉമ്മ വാ തോരാതെ പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ കളിയുണ്ട് എന്ന്. എന്റെ മോളെ ഇക്ക പറയുന്ന കാര്യം കേട്ടാ മതി. അങ്ങോട്ട് കടിക്കാൻ ചെല്ലാതെ ഇങ്ങോട്ട് കടിക്കാൻ വന്നാലേ കരഞ്ഞു നിൽക്കരുത്. കുറച്ച് സ്ട്രോങ് ആവണം. ഇല്ലെങ്കിലേ അവര് നിന്റെ തലയില് മന്ദളം കൊട്ടും. അതൊക്കെ ഞാൻ എടോ പേടിക്കാതടോ. കൂടുതൽ കളിക്കുകയാണെങ്കിലേ നമുക്കേ അവിടുന്ന് ഇറങ്ങാന്നേ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാനും പറ്റില്ല. നെല്ലും പതിരും തിരിക്കാതെ ഇറങ്ങാൻ പറ്റുമോ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിനക്ക് കൂട്ടായിട്ടേ സ്ട്രോങ് ആയ വല്യമാനെ ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്. അതൊക്കെ ഇമ്മ പറഞ്ഞത് എല്ലാവരും ഗൾഫിൽ പോവാണെന്നാണല്ലോ. അതൊക്കെ ഒരു കളിയാണ് മോളെ. എല്ലാം വഴിയേ മനസ്സിലാവും. എന്നാലേ ഞാൻ വിൽക്കാണ്. ഡ്യൂട്ടിക്ക് ഇറങ്ങാനേ സമയമായി. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ആ ശരി. പരിപ്പ് കറിയോ? ഈ സാധനം ഞാൻ കൂട്ടൂലല്ലോ. അതെ, ഇങ്ങക്ക് അറിയില്ല ഞാൻ പരിപ്പ് കറി കൂട്ടൂല എന്നുള്ളത്. ഇങ്ങക്കെന്താ ചെവി കേൾക്കൂലേ? എന്നോടാ ഇങ്ങക്ക് ചെവി കേൾക്കായോ? അത് കേൾക്കാത്ത പോലെ അഭിനയിക്കേ. ഇങ്ങക്ക് അറിയില്ലേ ഞാൻ പരിപ്പ് കറി കൂട്ടൂല എന്നുള്ളത്? അതിനിപ്പോ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമോ? നിനക്ക് വേണ്ടത് നീ ഉണ്ടാക്കി കഴിക്കണം. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാനോ? ഇന്നെ കൊണ്ടൊന്നും പറ്റൂല. നിങ്ങൾ ഉണ്ടാക്കി തരണോ? ഉണ്ടാക്കി തന്നാൽ മാത്രം മതിയോ? അത് വാരി തരണോ? വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കടി. എന്താ നിങ്ങൾ ആളെ കളിയാക്കുക? നിങ്ങൾ അത്രക്കായോ? ഞാനേ ഉമ്മാനെ വിളിക്കട്ടെ, അപ്പോൾ നിങ്ങൾ പഠിക്കുള്ളൂ. അല്ല പെണ്ണെ, നീ കാണാൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഉമ്മാനെ വിളിക്കണ്. നീ എന്താ പാലുടിക്കണ കുഞ്ഞോ? അല്ല, നീ എന്നെ പോലെ ഈ വീട്ടിൽ കയറി വന്ന മരുമോളല്ലേ? ഞാനും മരുമോളാ, നീയും മരുമോളാണ്. നമ്മൾ രണ്ടാളും ഒരുപോലെ വന്നതാണ് വീട്ടിൽ. അല്ലാതെ അനക്കിവിടെ രണ്ട് കൊമ്പൊന്നും ഇല്ല. ഓ, മഴ പെയ്ത് 4 പുറം കച്ചറയിക്കണ. എങ്ങനെ അടിച്ചതറാവേ? ഞമ്മള് രണ്ടുപേരെ തുല്യരാണ് ഈ വീട്ടില്. എന്താ സാജ്യേ? എന്താ ഇവിടെ? ഉമ്മാക്ക് അറിയില്ലേ ഞാൻ പരിപ്പ് കറി കൂട്ടൂല എന്നുള്ളത്? അതിനിപ്പോ എന്താ ഉണ്ടായി? അത് അറിഞ്ഞിട്ടും ഇത്ത പരിപ്പ് കറി ഉണ്ടാക്കിയിരിക്കണ്. എന്നിട്ട് ഞാൻ വേറെ കറി ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഇത്ത എന്നോട് പറയാണ് സ്വയം ഉണ്ടാക്കി കഴിച്ചോന്ന്. ഇതാപ്പൊ നന്നായത്. എന്താ സെമിയെ, എനിക്ക് ചെവി കേൾക്കൂലേ? ഓൾക്ക് വേണ്ടതാ ഉണ്ടാക്കി കൊടുക്ക്. ഇക്ക് പറ്റൂലമ്മ. ഞാനേ ഇവളെ വേലക്കാരി ഒന്നല്ല. ഇവളെ പോലെ തന്നെ വന്ന് കയറിയതാണ് ഈ വീട്ടിൽ ഞാനും. ഞാൻ ഈ വീട്ടിലെ മരുമകളാണെന്നുണ്ടെങ്കിൽ ഇവളും ഈ വീട്ടിലെ മരുമകളാണ്. അല്ലാതെ ഞാൻ ഈ വീട്ടിലെ വേലക്കാരി, ഇവളും ഈ വീട്ടിലെ മരുമകളും അല്ല. ഇജിപ്പൊ തർദ്ദരം പറയാനും തർത്തിയ അത് ഈ നബീസുനോട്. ഇമ്മാക്ക് ഇപ്പൊ എങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല. സെമീറാക്കെ ആരുടെയും വേലക്കാരി ആവാനേ പറ്റൂല. ഓ, അത്രക്കായേച്ചി ഈ നബീസേ ആരോന്ന് കാണാൻ കെടുക്കണുള്ളൂ.